കുറച്ചു ദിവസമായി സാറ് വന്നിട്ടില്ല. ഇന്നാണ് ലീവ് ആപ്ലിക്കേഷൻ പോസ്റ്റിൽ വന്നത്. അതിലും കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ലോങ് ലീവാണ്. എവിടുന്ന പോസ്റ്റ് ചെയ്തെന്നെങ്കിലും ഫ്രം അഡ്രസ് പോലും പറ്റിട്ടില്ല. ഞാൻ അവിടെ വന്നൊന്ന് അന്വേഷിക്കാനിരിക്കുകയായിരുന്നു. വീട്ടിൽ കയറി വന്നപ്പോ ഞങ്ങളുടെ വിഷമം കൊണ്ട് എന്തോ പറഞ്ഞു പോയി. ആ വാശിക്ക് ഒരക്ഷരം മിണ്ടാണ്ട് ഇറങ്ങിപ്പോയത്. പിന്നെ കിട്ടണത് ഒരു കത്ത. ആരും അന്വേഷിക്കണ്ട, എവിടേക്കൊന്നില്ലാണ്ട് യാത്ര പോവാണെന്ന്. നിങ്ങൾക്കെങ്കിലും വിവരം അറിയുന്ന കരുതിയ. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യ? പോവാ. വേണോട്ടൻ തന്നെ പറ, സാറ് ചെയ്ത് തെറ്റെന്താ? രാധേച്ചിയോട് ഇഷ്ടം തോന്നി, കൂടുതൽ അടുത്ത് പെരുമാറി. ഇങ്ങോട്ട് അനുവദിച്ചപ്പോ തിരിച്ചു സ്വാതന്ത്ര്യം കാട്ടി. നീ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. എന്തല്ലാന്ന്? അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഇല്ലിക്കാടിന്റെ അവിടെ വേണോട്ടൻ എന്നെ കാത്തു നിൽക്കുമായിരുന്നില്ലേ? വിളിച്ചു നിർത്തി വർത്തമാനം പറയുമ്പോ എനിക്ക് നിൽക്കാണ്ട് ഓടി പോകായിരുന്നില്ലേ? എന്താ പോകാതിരുന്നത്? എനിക്കിഷ്ടായിരുന്നു വേണോട്ടനെ കാണുന്നത്, സംസാരം കേൾക്കുന്നത്. രാധേച്ചിക്ക് സാറിന് ഇഷ്ടായിരുന്നു, അത് ഉറപ്പാ. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ എല്ലാ പിഴയും ആ പാപത്തിന്റെ മേൽ ചുമത്തുകയെന്ന് പറഞ്ഞ ദൈവം പൊറുക്കില്ല. എത്ര മനസ്സ് നൊന്നിട്ടാ സാറ് എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോയത്? എവിടെ ഉണ്ടെന്ന് വല്ല വിവരം കിട്ടിയോ ഇത്രയും നാളായിട്ട്? ലൈറ്റ് ഓഫ്. രാധയ്ക്ക് ഒരുപാട് കത്തുകൾ എഴുതി, പിന്നെ വേണ്ടെന്ന് തോന്നി കീറിക്കളഞ്ഞു. ഇപ്പോ എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് വേണമെന്ന് തോന്നി. ജീവിതത്തിൽ ആദ്യമായി ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നിപ്പോയി. ശേഷിച്ച കാലം അവരെന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോയി. തെറ്റാണോ? എന്നെ ഇത്രമാത്രം ക്രൂശിക്കാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? മധുരമായ ഒരു സ്വപ്നത്തിന്റെയും ഉണർവിന്റെയും ഇടയ്ക്ക് തിരിച്ചറിയാൻ വയ്യാതെ പറ്റിപ്പോയ എന്തോ ഒന്ന്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും രാധ തയ്യാറായില്ലല്ലോ. വേണ്ട, ഇത്രയും കാലം കഴിവതും മാന്യതയോടെ ജീവിച്ചതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സ്നേഹിതന്മാരുടെയും അനുജനെ പറയാൻ സ്നേഹിക്കുന്ന വേണുവിന്റെയും എല്ലാത്തിനും ഉപരി രാധയുടെയും മുമ്പിൽ ഞാൻ ആഭാസനായി, വൃത്തികെട്ടവനായി. മതിയായി. ഒന്നുറപ്പ്, നിങ്ങളുടെ സ്വൈര്യതയിലേക്ക് ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ കടന്നു വരില്ല. പക്ഷെ അവസാന ശ്വാസം വരെയും എന്റെ മനസ്സിൽ ഒരാളുണ്ടാവും. രാധ, രാധ മാത്രം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആരെയും ഒന്നും അറിയിക്കരുതെന്നാണ് വാര്യർ സാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും അറിയിക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ചില കഥകളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോ രാധയോട് പറയണം. വേണ്ട, മുറിയപ്പോരുന്നുള്ളൂ.
വിളിക്കൂ. വിളിച്ചോളൂ. സാർ, 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 ഓർക്കണം, എന്നെയും പറയില്ല. അച്ഛന്റെ ശ്രാദ്ധമാണ്. സാർ ഇതുവരെ മുടക്കിയിട്ടില്ലല്ലോ. എല്ലാരും കാത്തിരിക്കുക. കിണ്ടി എടുത്ത് 3 പ്രാവശ്യം വളച്ച് കിണ്ടി കാമത്തെ നമസ്കരിക്കൂ. എഴുന്നേറ്റോളൂ, എഴുന്നേറ്റോളൂ.